ബോർഡ് സാറേ, ഓക്കെ. കേൾക്കാമോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ പ്രഭാതത്തിൽ 4-ാം യാമത്തിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ധാരാളം സഹായിക്കട്ടെ. വളരെ പെട്ടെന്ന് നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം ഇതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്കാണ് രാവിലെ സമയം പ്രവേശിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങളുടെ എഴുത്തുകാരനായ യോഹന്നാൻ എന്ന അപ്പോസ്തലനാണ് വെളിപ്പാട് പുസ്തകം എഴുതിയത്. പഴയ നിയമത്തിൽ ഒരു പഞ്ചഗ്രന്ഥം ഉണ്ടെങ്കിൽ പുതിയ നിയമത്തിലും മറ്റൊരു പഞ്ചഗ്രന്ഥമുണ്ട്. യോഹന്നാൻ എന്ന എഴുത്തുകാരൻ പഞ്ചഗ്രന്ഥങ്ങളുടെ എഴുത്തുകാരൻ എന്നാണ് അറിയപ്പെടുന്നത് പുതിയ നിയമത്തിലെ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 3ആയി തിരിച്ചാണ് സാധാരണ നാം പഠിക്കാറുള്ളത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 3ആയി തിരിച്ചാണ് പഠിക്കാറുള്ളത്. 1, നീ കണ്ടത്. 2, ഇപ്പോൾ ഉള്ളത്. 3, ഇനി സംഭവിക്കാനിരിക്കുന്നത്. അതിൽ നീ കണ്ടത് എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. 2, ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് 2-ഉം 3-ഉം അധ്യായങ്ങൾ. ചാപ്റ്റർ 2, ചാപ്റ്റർ 3. ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് 4 മുതലുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തെ 1-ാം അധ്യായം 19-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം തിരിക്കുന്നത്. ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിനല്ല രാവിലെ ഉദ്ദേശിക്കുന്നത്. ഈ വായിച്ച കുറുവാക്യത്തിൽ നിന്ന് ഒരു വാക്ക് അടർത്തിയെടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഒരു വാക്ക് പ്രത്യേകം പറയുന്നു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അതിൽ ഭാഗ്യവാന്മാർ എന്നുള്ള പദമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും മാത്രം ഈ ഭാഗ്യവാന്മാർ എന്നുള്ള പദത്തെ ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. സാധാരണ ഈ ഭാഗ്യവാൻ എന്ന് പറയുന്നത് എന്താണ്? ലോകപ്രകാരം ഭാഗ്യവാൻ എന്ന് പറയുന്നത് ആരോഗ്യവും സൗന്ദര്യവും
സമ്പത്തും ഉള്ളവരെയാണ് പൊതുവെ ലോകം ഭാഗ്യവാന്മാർ എന്ന് വിളിക്കുന്നത്. ലോകപ്രകാരം ആരോഗ്യവും, ലോകപ്രകാരം സൗന്ദര്യവും, ലോകപ്രകാരവും സമ്പത്തും ഉണ്ടെങ്കിൽ അവനെ ഭാഗ്യവാൻ എന്നാണ് വിളിക്കുന്നത്. ചില ആളുകളെയൊക്കെ വിരൽ ചൂണ്ടിയിട്ട് ആളുകൾ പറയും, ജനിക്കുവാണെങ്കിൽ അവരെ പോലെ ജനിക്കണം. എന്തൊരു ഭാഗ്യമാണ്! ജനിച്ചപ്പോഴേ അല്ലലും അലച്ചിലും ഒന്നുമില്ലാതെ ജീവിക്കാനുള്ള ചുറ്റുപാടുകളുണ്ട്. ഭാഗ്യമാണ്. സ്തോത്രം. ചില വീടിന്റെ മതിൽക്കെട്ടുകളും വീടിന്റെ വലുപ്പവും കണ്ടിട്ട് നമ്മൾ അവരെ ഭാഗ്യവാന്മാർ എന്ന് ചിത്രീകരിക്കും. സ്തോത്രം. പക്ഷെ പല വീടുകൾക്കകത്തോട്ട് കയറുമ്പോഴാണ് നമുക്ക് അറിയത്തുള്ളൂ അവരുടെ ഞരക്കത്തിന്റെയും വേദനയുടെയും വലിയ ഒരു കഥകൾ സ്തോത്രം ഉണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകം അനുശാസിക്കുന്ന ഭാഗ്യവാന്മാർ ആരാണ്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബൈബിൾ അനുശാസിക്കുന്നതെന്ന് ഞാൻ മുഴുവനായി പറയുന്നില്ല. വെളിപ്പാട് പുസ്തകം അനുശാസിക്കുന്ന ഭാഗ്യവാന്മാർ ആരാണ്? അതിൽ ഒന്നാമത്തെ ഭാഗ്യവാനെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. 3-ാം വാക്യത്തിൽ ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. 3 കാര്യങ്ങൾ പറയുന്നു. 1, വായിച്ചു കേൾപ്പിക്കുക. 2, കേൾക്കുക. അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുക. ഇത് 3ഉം ചെയ്യുന്നവരാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒന്നാമത്തെ ഭാഗ്യവാന്മാർ. ഇവിടെ മലയാളം ബൈബിളാണ് ഭാഗ്യവാൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ബ്ലസ്ഡ് ഈസ് ഹി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ബ്ലസ്ഡ് ഈസ് ഹി എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഭാഗ്യവാന്മാർ എന്ന് പറയുന്നിടത്ത് എല്ലാ ഇംഗ്ലീഷിൽ ആംഗലേയ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ്. അപ്പോൾ ആരാണ് ഈ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നത് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. സ്തോത്രം. അപ്പോൾ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടത്? സ്തോത്രം. ഇവിടെ അതിപ്രധാനമായ 3 പദങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. സ്തോത്രം. 1, ഈ വായിച്ചു കേൾപ്പിക്കുന്നവൻ. അത് മലയാളത്തിലേ അങ്ങനെയുള്ളൂ, വായിച്ചു കേൾപ്പിക്കുന്നവൻ എന്ന്. ഇംഗ്ലീഷിൽ അങ്ങനെ ഇല്ല. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് വായിക്കുന്നവൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വായിക്കുന്നവൻ എന്നാണ്. വെളിപ്പാട് പുസ്തകം പലരും ഒഴിവാക്കിയിട്ടേക്ക. വായിക്കുന്ന ആളുകൾ കുറവാണ്. ഒന്നത് മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ് വായിക്കാത്തത്. പക്ഷെ ഇവിടെ പറയുന്നത് വായിക്കുന്നവൻ. വായിച്ചു കേൾപ്പിക്കുന്നവൻ മലയാളത്തിലേ ഉള്ളൂ, ഞാൻ മലയാളം വിട്ടേക്കാണ്. വായിക്കുന്നവൻ. 2, കേൾക്കുന്നവൻ. 3, പ്രമാണിക്കുന്നവൻ. വായിക്കുന്നവൻ, കേൾക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ, അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. സ്തോത്രം. നമ്മൾ സ്തോത്രം പറയണ്ട. കാരണം നമ്മൾ ആദ്യത്തെ 2 ചെയ്താലും 3-ാമത്തതിലിട്ട് നമ്മൾ ഫിനിഷ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത്? പ്രമാണിക്കുന്നവൻ. നമ്മൾ ഈ കേൾക്കുകയല്ലേ, അല്ലാതെ പ്രമാണിക്കുന്നത് വളരെ കുറവാണല്ലോ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം പ്രമാണിക്കാൻ ഇച്ചിരി ടഫും കൂടെയാണ്. അത് 4-ാം അധ്യായം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. എങ്കിലും ഇതിനകത്തെ അർത്ഥവും ഇതിനകത്തെ അതിൻ്റെ അന്തസത്തകളും ഒക്കെ മനസ്സിലാക്കി ഈ വചനങ്ങളെ വായിക്കുകയും ഇത് കേൾക്കുകയും അതിൽ എഴുതിയിരിക്കുന്നത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യുന്ന, പ്രമാണിക്കുകയും ചെയ്യുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീയാണ് ദൈവവചനപ്രകാരം ഭാഗ്യവാൻ. നീയാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ. സ്തോത്രം. ഇതിന് സമാനമായിട്ടുള്ള ഒരു ഭാഗ്യവാനെയാണ് നാം മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ നാം ഇതിന്റെ സമാനമായ ഭാഗ്യവാന്മാരെയാണ്
കാണുന്നത്. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ ഭാഗ്യവാനെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചതേ ഉള്ളൂ. നമ്മൾ ഇനി അടുത്ത ഒരു സ്തോത്രം 6 ഭാഗ്യവാന്മാരെ കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പോകുക. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 6 ഭാഗ്യവാന്മാരെ കൂടെ, മൊത്തം 7 ഭാഗ്യവാന്മാരെയാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത്. അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ ശ്രദ്ധിച്ചത്. സ്തോത്രം. നമ്മൾ 7 കൂടെ ശ്രദ്ധിക്കുമ്പോൾ 22 അധ്യായം വരെ നമ്മൾ എത്തും, ഫിനിഷ് ചെയ്യും വെളിപ്പാട് പുസ്തകം മൊത്തം. സ്തോത്രം. രണ്ടാമത്തെ വെളിപ്പാട് പുസ്തകം അനുശാസിക്കുന്ന ഭാഗ്യവാന്മാർ ആരാണ്? സ്തോത്രം. 14 അധ്യായത്തിന്റെ 13 വാക്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ഭാഗ്യവാന്മാർ ആരാണ്? 14 അധ്യായത്തിന്റെ 13 വാക്യം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഇത് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ശവസംസ്കാര ശുശ്രൂഷകളിൽ പോയാൽ ഇത് ഇല്ലാതെ ഒരു ശവത്തെ സെമിത്തേരിലോട്ട് വിടത്തില്ല. സ്തോത്രം. പക്ഷെ ഇത് പറയുന്നത് ഞാൻ ഇന്നലെ കൂടെ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ കേട്ടു. പക്ഷേ ഈ വാക്യം പറഞ്ഞ് സംസ്കാര ശുശ്രൂഷ നടത്തുന്ന ആളുകളെ ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് വേദപുസ്തകത്തെ കുറിച്ച് ABCD അറിയാൻ മേലാത്തോണ്ട് പറയുന്ന. കാരണം 13 വാക്യം ശ്രദ്ധിച്ച്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്ന് മുതൽ, ഇത് എപ്പോഴത്തെ കാര്യമായി എഴുതിയിരിക്കുന്നത്? സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4 അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 18 അധ്യായം വരെ മഹോദരവകാലമാണ്. മഹാപീഡന കാലത്ത് മരിക്കുന്ന മൃതന്മാരെ കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്. കൃപായുഗത്തിൽ ജീവിച്ചിരിക്കുന്ന മരിക്കുന്ന ആളുകളെ കുറിച്ച് ഈ വാക്യം പറഞ്ഞവരെ സിമിത്തേരിലോട്ട് വിടുന്നതിന്റെ മർമ്മം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലരൊക്കെ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, ഉള്ള കാര്യം പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. സ്തോത്രം. നമ്മൾ ഈ ശരിയാണോന്ന് നോക്കുകയല്ലോ ചെയ്യുന്നത്. പലരും എഴുതി വെച്ചിരിക്കുന്ന കോപ്പി അടിച്ച് നമ്മളും പറയല്ലേ ചെയ്യുന്നത്. സ്തോത്രം. ഞാൻ ഈ വാക്യത്തെ കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ ഇതിന്റെ കോണ്ടസ്റ്റ്, ഈ വാക്യത്തിന്റെ കോണ്ടസ്റ്റ്, മഹോദരവ കാലഘട്ടത്തിൽ, മഹാപീഡന കാലഘട്ടത്തിൽ മരിക്കുന്ന, അന്ന് രക്തസാക്ഷികളായി ഒത്തിരി പേര് മരിക്കും. സ്തോത്രം. രക്തസാക്ഷികളായി മരിക്കുമെന്ന് പറഞ്ഞാൽ മഹോദരവ കാലഘട്ടത്തിൽ ആ കാലം ഭരിക്കുന്ന മൃഗത്തെയോ മൃഗത്തിന്റെ പ്രതിമയോ നമസ്കരിക്കാതെ ഒത്തിരി പേര് രക്തസാക്ഷികളായി മരിക്കും. അങ്ങനെ രക്തസാക്ഷികളായി മരിക്കുന്ന മൃതന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവര് ഭാഗ്യവാന്മാർ എന്നാണ്, അവരനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഇതാണ് അതിന്റെ ഒറിജിനൽ കോണ്ടസ്റ്റ്. സ്തോത്രം. എന്നാൽ ഇന്ന് ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഈ വാക്യം പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കോണ്ടസ്റ്റ് പ്രകാരം കുഴപ്പമുണ്ടെങ്കിലും ആപ്ലിക്കബിൾ ആയിട്ട് നമുക്ക് വേണേൽ പറയാം, കുഴപ്പമൊന്നുമില്ല, പറയാം. സ്തോത്രം. കാര്യം ഇതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമുള്ളവർ നമ്മുടെ ചുറ്റുപാടും കാണാൻ സാധ്യതയില്ല. സ്തോത്രം. രണ്ട്, ഇപ്പൊ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിക്ക് ഇപ്പൊ എന്നാന്ന് കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ വാക്യം പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ കോണ്ടസ്റ്റ് ഇതല്ല, അത് മനസ്സിലാക്കി വേണം ഈ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ. വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ചോദ്യം ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകരുത്. അതുകൊണ്ട് ഈ കോണ്ടസ്റ്റ് അറിഞ്ഞിരിക്കണം. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആ കാലഘട്ടത്തിൽ, മഹോദര കാലഘട്ടത്തിൽ, മഹാപീഡന കാലഘട്ടത്തിൽ ഒരർത്ഥത്തിൽ കൃപയുടെ സുവിശേഷം എന്ന് വേണേൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുവിശേഷം, അന്ന് വെളിപ്പെടാൻ പോകുന്ന രാജ്യത്തിന്റെ സുവിശേഷം മനസ്സിലാക്കിയിട്ട് ആ മഹോദരവ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്നവരെ കുറിച്ചാണ്, അവരുടെ മരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുക. അന്ന് മഹോദരവ കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ സുവിശേഷം വെളിപ്പെടും. സ്തോത്രം. രാജ്യത്തിന്റെ സുവിശേഷം വെളിപ്പെടുമ്പോൾ
അവരിൽ പല ആളുകളും അന്ന് ഭരിക്കുന്ന മൃഗത്തോടും അവന്റെ ഭരണത്തോടും അവന്റെ പ്രതിമയോടൊക്കെ എതിർത്ത് നിൽക്കും. അങ്ങനെയുള്ള പല ആളുകളും അന്ന് രക്തസാക്ഷികളായി മരിച്ചു വേണ്ടി വരും. സ്തോത്രം. അവരെ കുറിച്ചാണ് പറയുന്നത്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്തോത്രം. ഇനി അതിന്റെ ആ 13-ാം വാക്യത്തിന്റെ രണ്ടാമത്തെ പോർഷൻ നോക്കി. അവരെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ പോർഷൻ എന്താ പറയുന്നത്? അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. എത്ര മനോഹരമായ വാക്യം! ആര്? അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകും. ഇതും വേണമെങ്കിൽ ഈ കാലത്ത് നമുക്ക് പറയാം, കോൺടസ്റ്റ് ആ കാലത്ത് ആണെങ്കിൽ പോലും. സ്തോത്രം. ഇവിടെ പറയുന്ന ഈ അധ്വാനം, പ്രയത്നം എന്ന് പറഞ്ഞ അധ്വാനം, ഇവിടെ പറയുന്ന ഈ അധ്വാനവും വിശ്രമവും ഒക്കെ ആരുടെ കാര്യമാണ് പറയുന്നത്? നമ്മൾ ഇതൊക്കെ പറയുമ്പം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം. പല ആളുകളും കർത്താവിന് വേണ്ടി ഒരു അണുവിരൽ പോലും ചലിപ്പിക്കുന്നില്ല. എന്നാൽ സ്വർഗത്തിൽ പോയി വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുക. ഒരു കാര്യവും കർത്താവിന് വേണ്ടി ചെയ്യാത്തവനെയൊക്കെ ഇത് പറഞ്ഞാൽ സ്വർഗത്തിലോട്ട് വിടുന്ന പലരും. പോയി വിശ്രമിച്ചോളാൻ. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവര് നന്നായി പ്രയത്നിക്കുന്ന ആളുകളാണ്. അവരവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് അവന്റെ വേലയിൽ വർദ്ധിച്ചു വരണമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. പ്രിയരെ, നമുക്കധികം സമയമില്ല. സ്തോത്രം. കർത്താവിന് വേണ്ടി വല്ലതൊക്കെ പ്രവർത്തിക്കാനുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി വല്ലതും പ്രയത്നിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ പ്രയത്നിച്ചോണം. ഇല്ലെങ്കിൽ കിട്ടുന്ന സമയമെല്ലാം കൈയും കെട്ടി കിടന്ന് ഉറങ്ങുന്നവരൊക്കെ ഓർത്തോണം, മരണത്തിന് ശേഷം ഇതിനെല്ലാം നീ കണക്ക് പറയേണ്ടി വരും. സ്തോത്രം. ഉറങ്ങിക്കളഞ്ഞ സമയത്തിനും, ഫോണിൽ മാന്തിക്കളഞ്ഞ സമയത്തിനും, ഗെയിം കളിച്ചു കളഞ്ഞ സമയത്തിനും, സകല സമയത്തിനും നിന്നെ ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടി വരും. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയത്നിക്കാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം നൽകുന്ന സമയം, ദൈവം നിനക്ക് തന്ന പണമാകട്ടെ, ദൈവം നിനക്ക് തന്ന വീടാകട്ടെ, ദൈവം നിനക്ക് തന്ന സമൃദ്ധിയാകട്ടെ, ഇതെല്ലാം കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണം. സ്തോത്രം. നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും, വീടാകട്ടെ, വണ്ടിയാകട്ടെ, തലമുറയാകട്ടെ, നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, സ്തോത്രം, നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം കണക്ക് പറയേണ്ടി വരും. സ്തോത്രം. ഇതുകൊണ്ട് ആ ദാനിയേലിനോട് പറഞ്ഞത്, സ്തോത്രം, എന്താ പറഞ്ഞത്? നീ പോയി വിശ്രമിച്ചുകൊള്ളുക. സ്തോത്രം. നന്നായി ദർശനം കാണുകയും നന്നായി ദർശനം വ്യാഖ്യാനിക്കുകയും അത് 3 നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് വേർപാടിന് വേണ്ടിയും വിശുദ്ധിക്ക് വേണ്ടിയും രാജാവിനെതിരെ നിന്ന് പോരാടിയ ദാനിയേലിനോട് പറയുക, നീ ഇത്രയൊക്കെ എനിക്ക് വേണ്ടി പ്രയത്നിച്ചില്ലേ, ഇനി നീ പോയി വിശ്രമിച്ചു കൊള്ളുക. സ്തോത്രം. ഇനി നീ പോയി വിശ്രമിച്ചു കൊള്ളുക. സ്തോത്രം. ദൈവാത്മാവ് ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു, പ്രയത്നിച്ചവരോട് മാത്രമാണ് ദൈവത്തിന് പറയാനുള്ളത്, നിന്റെ മരണത്തെങ്കിൽ പോയി വിശ്രമിച്ചു കൊള്ളുക എന്ന്. സ്തോത്രം. ചിലർക്ക് ഇവിടെയും വിശ്രമം അവിടെയും വിശ്രമം എന്ന് പറയുന്ന പോലെ. സ്തോത്രം. ഇനി മറ്റൊരു വലിയ ഭയങ്കരമായ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ആ 13-ാം വാക്യത്തിന്റെ ലാസ്റ്റ് സെന്റൻസ് പറയുന്നത്, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. കേട്ടോ, ചെവി തുറന്ന് കേട്ടോ. നീ ചെയ്യുന്ന സകല പ്രവൃത്തിയും നിന്നെ പിന്തുടരും. പണ്ടൊരാൾ പറഞ്ഞ പോലെ, സ്തോത്രം, ഫ്ലൈറ്റിൽ കയറി നമ്മളിപ്പോ ദുബായിക്ക് പോവുക. സ്തോത്രം. ദുബായി ചെന്ന് നമ്മൾ ഇറങ്ങും, എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ വളരെ ഫ്രീയാ. നമ്മുടെ കയ്യിൽ ചെറിയ ഹാൻഡ് ബാഗല്ലേ കാണുള്ളൂ, ഫ്രീയാ. പക്ഷെ അല്പം കഴിയുമ്പോൾ ആ ലഗേജ് എല്ലാം വരും, പോയി കളക്ട് ചെയ്തോണം എന്ന് പറഞ്ഞ പോലെ കാഹളമൊക്കെ തൊനിച്ച് അവിടെ ചെല്ലും, പക്ഷേ പുറകെ ലഗേജ് എല്ലാം അവിടെ വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ പ്രവൃത്തി മുഴുവൻ നിന്നെ അവിടെ എന്ത് ചെയ്യും? പിന്തുടരും. സ്തോത്രം. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്തോണം, നമ്മൾ ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രവൃത്തികളും, സ്തോത്രം, അവിടെ നമ്മളെ പിന്തുടരും. സ്തോത്രം. എന്നാൽ നമ്മുടെ പ്രവൃത്തി എങ്ങനെയുള്ള പ്രവൃത്തി ആയിരിക്കണം? സ്തോത്രം. നമ്മുടെ പ്രവൃത്തിയെ കുറിച്ച് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്,
നീതിയും വിശുദ്ധിയും നിർമ്മലതയുമുള്ള പ്രവൃത്തിയായിരിക്കണം എന്നുള്ളതാണ് ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് കൊരിന്ത്യരെഴുതി പറഞ്ഞത്, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ കൊണ്ട് തീരത്തില്ല, അവിടെയാണ് ശരിക്കുമുള്ള പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, സ്തോത്രം, ഈ വചനം വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാനാണ്. എന്നാൽ അതിനപ്പുറം ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. സ്തോത്രം. മൂന്നാമത്തെ വിഷയം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ ഭാഗ്യവാൻ ആരാന്ന് നോക്കാം. 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. സ്തോത്രം. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ആരാണ് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടവൻ? തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവനാണ് ഭാഗ്യവാൻ. സ്തോത്രം. ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലെ 3-ാമത്തെ ഭാഗ്യവാൻ ആരാണ്? സ്തോത്രം. തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. ഇതും മഹോദരവകാലത്ത് നടക്കുന്ന വിഷയമാണ്. ഇതിന്റെയും കോണ്ടസ്റ്റ്. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. എന്നാൽ ഇത് വിശ്വാസികൾക്ക് ബാധകമാണ്. ഇന്നത്തെ കാലത്ത് ബാധകമായ വിഷയം തന്നെയാണ്. സ്തോത്രം. ഇവിടെ വസ്ത്രത്തെ കുറിച്ചാണ് എടുത്തു പറയുന്നത്. ഇതൊരു വലിയ വിഷയമാണ് ഈ വസ്ത്രം എന്നുള്ളത്. പഠിക്കാൻ പറ്റുന്നവർക്ക് ഇതൊരു വലിയ വിഷയമാണ്. സ്തോത്രം. എന്തിനാണ് വസ്ത്രം ധരിക്കുന്നതെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. എന്തിനാ വസ്ത്രം ധരിക്കുന്നത്? ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലജ്ജ കാണാതിരിക്കാൻ. പലരും വസ്ത്രം ധരിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്തോത്രം. വസ്ത്രം ധരിക്കുന്നത് എന്തിനാണെന്ന് ഈ വാക്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ലജ്ജ കാണാതിരിക്കാനാണ് വസ്ത്രം ധരിക്കുന്നത്. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. നാം അനാവൃതമായി ജീവിച്ചാൽ അതിന്റെ ദോഷം ദൈവനാമത്തിനാണ്. ദൈവനാമം പല രീതികളിൽ ദുഷിക്കപ്പെടും. സ്തോത്രം. ലവോദിക്യ സഭയെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു പ്രധാന കുറ്റം എന്തായിരുന്നു അറിയോ? ലവോദിക്യ സഭയുടെ ഏറ്റവും വലിയ കുഴപ്പം അവർ നഗ്നരായിരുന്നെന്ന്. പക്ഷെ നഗ്നരായിരുന്നെന്നുള്ളത് അവർ പോലും അറിഞ്ഞിട്ടില്ല. പല ആളുകൾക്കും അവര് നഗ്നതയിലാന്നുള്ള കാര്യം അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവർ മറ്റുള്ളവരുടെ നഗ്നത കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. സ്തോത്രം. അതൊക്കെ ഇവിടുത്തെ ഒരു പ്രധാന വിഷയം ലവോദിക്യ സഭയുടെ ആത്മീക അധപ്പതനത്തിന്റെ പ്രധാന വിഷയമായിരുന്നു അത്. അവർ നഗ്നരായിരുന്നു എന്നുള്ളത്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ ഈ വസ്ത്രം എന്നുള്ള വിഷയം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മുതലുള്ള ചരിത്രമാണ് ഈ വസ്ത്രത്തിന്റെ ചരിത്രം. പ്രസംഗിക്കുന്നവർക്ക് നല്ലൊരു വിഷയമാണ് വസ്ത്രം. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് തന്നെ വസ്ത്രത്തിലാണ്. സ്തോത്രം. മനുഷ്യന് നഗ്നത തോന്നി തുടങ്ങിയപ്പോൾ മുതലാണ് വസ്ത്രത്തിന്റെ ആവശ്യം വന്നത്. നഗ്നത തോന്നാൻ കാരണം നമുക്കറിയാം, പാപം അവരുടെ ഇടയിൽ പ്രവേശിച്ചതാണ് നഗ്നത തോന്നാൻ കാരണം. അവിടെ മുതലാണ് വസ്ത്രത്തിന്റെ ആവശ്യകത വന്നത്. സ്തോത്രം. ദൈവം എന്ത് ചെയ്തു? ഈ മനുഷ്യനെ തോൽ കൊണ്ടുള്ള ഒരു വസ്ത്രം ധരിപ്പിച്ചു. മനുഷ്യനൊരു വസ്ത്രമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഉച്ചയായപ്പം വെയിലടിച്ചപ്പോ സംഗതി ഉണങ്ങി ചുരുണ്ട് വാടിപ്പോയി. സ്തോത്രം. പക്ഷെ ദൈവം അതുകൊണ്ട് ഒരു തോൽ കൊണ്ടുള്ള വസ്ത്രം നിർമ്മിച്ച് മനുഷ്യനെ ഉടുപ്പിച്ചു. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവിടെ ഒരു യാഗം നടന്നിട്ടുണ്ട് തോൽ കൊണ്ടുള്ള വസ്ത്രത്തിന് വേണ്ടി. അവിടെ മുതൽ നിങ്ങൾ വേദപുസ്തകം വായിച്ചു നോക്കിയ യോസഫിന്റെ ആണെങ്കിലും വായിച്ചു നോക്കിയ വസ്ത്രങ്ങളുടെ ഒരു വലിയ വസ്ത്രങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ ദൂതുകൾ തന്നെ നമുക്ക് അവിടെ ലഭിക്കാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ഇവിടെ പറയുന്നത് മഹോദരവകാലത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. ഇത്
മഹോദരവകാലത്തെ കുറിച്ചാണ്, നാളത്തെ വിഷയത്തെ കുറിച്ചാണെങ്കിലും സ്തോത്രം, ഇത് വിശുദ്ധിക്ക് നേരെയുള്ള വിരൽ ചൂണ്ടലാണ് ഈ വാക്യം. ഈ 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വിശുദ്ധിക്ക് നേരെയുള്ള ഒരു വിരൽ ചൂണ്ടലാണ്. സ്തോത്രം. പുതിയ നിയമത്തിൽ പൗലോസ്ലീഹായും ഉടുപ്പിനോട്, വസ്ത്രത്തോട് ബന്ധപ്പെടുത്തി നമ്മുടെ ആത്മീക ജീവിതത്തിനെ വിശകലനം ചെയ്ത് നന്നായി സംസാരിച്ചിരിക്കുന്ന നമുക്ക് ലേഖനങ്ങൾ കാണാൻ കഴിയും. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ സ്തോത്രം, വസ്ത്രത്തിൽ കറയും ചുളുക്കവും ഉണ്ടാകുന്ന വിഷയത്തെ കുറിച്ച് പൗലോസ് നന്നായി സംസാരിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി. കറയും ചുളുക്കവും ഒന്നും, കറയും ചുളുക്കം എവിടെ പറ്റുന്നത്? വസ്ത്രത്തിലാണ് പറ്റുന്നത്. സ്തോത്രം. അപ്പൊ ഈ കറയും ചുളുക്കവും ഒന്നും ഇല്ലാതെ, സ്തോത്രം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് വസ്ത്രത്തിന്മേൽ കറയും ചുളുക്കവും ഒന്നും ഇല്ലാതെ സഭയെ കർത്താവായ യേശു ക്രിസ്തു തേജസ്സോടെ മുൻനിർത്തും, പിതാവിന്റെ സന്നിധിയിൽ നിർത്തും എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. സ്തോത്രം. എന്നാൽ ഇത് കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്ന കാര്യമാണ്. എഫെസ്യർ 5:27 പറയുന്നത്. എന്നാൽ നമുക്ക് നമ്മുടേതായ ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? സ്തോത്രം. നമ്മുടെ ഉത്തരവാദിത്തമാണ് വസ്ത്രത്തിൽ കറ പറ്റാതെ സൂക്ഷിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം നിങ്ങൾ 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അഭിമാനത്തോടെ പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നൊരു പദമുണ്ട്. സർദീസ് സഭയെ കുറിച്ച് പറയുന്നൊരു പദമുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിനക്ക് അവിടെയുണ്ട്. ഈ തലമുറയിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, സ്തോത്രം, ഉടുപ്പ് മലിനമാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒത്തിരി വില കൊടുക്കേണ്ടി വരും. പലരുടെയും കല്ലേറുകൾ നിങ്ങൾക്ക് കൊള്ളേണ്ടി വരും, കുറ്റങ്ങൾ കേൾക്കേണ്ടി വരും, ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. പക്ഷേ ഉടുപ്പ് മലിനമാകാം. നിങ്ങൾ പ്രവചിച്ചില്ലെങ്കിലും, നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നല്ലവനും വിശ്വസ്തനുമായി എൻ്റെ ദാസനെ എന്നുള്ള വിളി നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഉടുപ്പ് മലിനമാകാത്തൊരു ജനറേഷന്റെ കൂടെ പരിശുദ്ധാത്മാവായ ശേഷിപ്പിന്റെ കൂടെ നിങ്ങളെ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ വില കൊടുക്കാൻ, നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. 4-ാമത്തെ ഭാഗ്യവാനിലേക്ക് പോകാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരാം. 3 ഭാഗ്യവാന്മാരെയാണ് നമ്മൾ കണ്ടത്. സ്തോത്രം. 4-ാമത്തെ ഭാഗ്യവാനെ കുറിച്ചുകൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. 19-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്ന് എന്നോട് പറഞ്ഞു. വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക. ഇതാരെ കുറിച്ച് ഈ പറയുന്നേ? സ്തോത്രം. നമ്മളെ കുറിച്ചല്ല, നമ്മളെ കുറിച്ചാണ് അവർ തബലിരിക്കുന്നതല്ല. നമ്മൾ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്കൊന്നും ക്ഷണിക്കപ്പെട്ടു വരുന്നല്ല, നമുക്ക് ക്ഷണമേ ഇല്ല. സ്തോത്രം. ഇത് ആരെ കുറിച്ചാണ് ഈ ഭാഗം പറയുന്നത്? ഇത് മഹോദരവകാലത്തിന് ശേഷമുള്ള കാര്യമാണ്. മഹോദരവകാലം 4-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയാണ്. ഇത് 19-ാം അധ്യായം. ഇതിപ്പം മഹോദരകാലമൊക്കെ കഴിഞ്ഞു, ഇപ്പം കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ക്ഷണിക്കപ്പെട്ടവരല്ലല്ലോ. കാര്യം നമ്മളാരാ? നമ്മൾ മണവാട്ടിയാ. സ്തോത്രം. കർത്താവ് മണവാളനും നമ്മൾ ആരാ? മണവാട്ടിമാ. പിന്നെ നമ്മൾ ക്ഷണിക്കപ്പെട്ടവരല്ലല്ലോ. പിന്നെ ആരാ ക്ഷണിക്കപ്പെട്ടവര്? സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ മഹോദരവ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്നവരും ഉണ്ട്. അവരും മണവാട്ടിയായിട്ട് മാറുകയാണ്. സ്തോത്രം. അപ്പോൾ കുഞ്ഞാടിനെ കാന്തയെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ 3 വിഭാഗത്തെ നമുക്ക് കാണാം. 1 കുഞ്ഞാട്, 2 കാന്ത, 3 കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ. സ്തോത്രം. കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തു ആണെന്നുള്ളതിൽ തർക്കമില്ല. സ്തോത്രം. അതായത് മണവാളൻ. കാന്ത
കാന്തി എന്നുള്ളത് സഭയാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരാരാണ്? അവര് പഴയ നിയമ ഭക്തന്മാരാണ്. പഴയ നിയമ ഭക്തന്മാരെ കുറിച്ചാണ് പറയുന്നത്, കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ. പ്രിയരെ, നമ്മുടെ വിവാഹം സ്വർഗത്തിൽ നടക്കപ്പെടുമ്പോൾ, മണവാളനുമായി നടക്കപ്പെടുമ്പോൾ അവിടെ ക്ഷണിക്കപ്പെട്ടു വന്നവരാണ് അബ്രഹാമും ഇസഹാക്കും യാക്കോവും ദാവീദും ഏലിയാവും. പഴയ നിയമ ഭക്തന്മാരെല്ലാം സ്തോത്രം കല്യാണ സദ്യയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരാണ് അവരെല്ലാം. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ അദ്ദേഹം ആ മർമ്മങ്ങൾ വളരെ വ്യക്തമായി സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹത്തിന് ചില മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടി. 3 മർമ്മങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണ്. 2, കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. 3, കർത്താവായ യേശു ക്രിസ്തു മണവാളനാണ്. 3:29 യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, മണവാളനാണ്. അപ്പോൾ നമ്മുടെ വില എന്താണെന്ന് അറിയണോ നിങ്ങളോ? നമ്മൾ ഇന്നിപ്പോ ഈ അബ്രഹാമും ദാവീദ് ഏലിയാവിനെയൊക്കെ പ്രസംഗിച്ചാ നമ്മൾ ജീവിക്കുന്നു. ഇല്ലായിരുന്നു നമ്മൾ ഊപ്പാട് വന്നു പോയി. സ്തോത്രം. പക്ഷെ നമ്മുടെ കല്യാണ സമയത്തിന് ആ വിവാഹത്തിന്റെ സത്യക്കായി ക്ഷണിക്കപ്പെട്ടവരാണ് ഇവരെല്ലാം. അപ്പോഴാണ് നമ്മുടെ വില എന്താണെന്ന് അറിയുന്നത്. ഇപ്പോൾ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങൾ വഹിക്കുന്ന ത്യാഗവും കഷ്ടതയും വേദനയും ഇതൊക്കെ നിങ്ങൾ അറിയാൻ, അതിൻ്റെയൊക്കെ വാല്യൂ അറിയാൻ പോകുന്ന സമയം വരാൻ പോകുകയാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? പഴയ നിയമ ഭക്തന്മാരെല്ലാം മണവാളന്റെ സ്നേഹിതന്മാരാണ്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം വായിച്ചു നോക്കിയാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, മണവാളന്റെ സ്നേഹിതൻ. പഴയ നിയമത്തിലെ മുഴുവൻ ഭക്തന്മാരും മണവാളന്റെ സ്നേഹിതന്മാരാണ്. അവരൊക്കെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മൾ അങ്ങനല്ല. നമ്മൾ രാജ്ഞിയാണ്. സങ്കീർത്തനത്തിൽ വായിച്ചിട്ടില്ലേ, രാജ്ഞി രാജാവിന്റെ വലതുഭാഗത്ത് ഓഫീർ തങ്കമണിഞ്ഞിരിക്കുകയാ. സ്തോത്രം. കാണാൻ കൊള്ളാത്തവനാന്നേലും പല്ല് പൊങ്ങിയവനാന്നേലും മുഖം ചുളിഞ്ഞാന്നേലും എന്നാന്നേലും പ്രശ്നമില്ല. നീ രാജ്ഞിയായി രാജാവിന്റെ വലതുഭാഗത്ത് ഓഫീർ തങ്കമണിഞ്ഞിരിക്കുന്ന ഒരു സമയം വരാൻ പോകുന്നു. സ്തോത്രം. രാവിലെ സമയം കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യാശ പോലും പലർക്കും വിടുതൽ മാത്രം കേട്ടാൽ മതി. സ്തോത്രം. ഇവിടെ വെച്ച് നീ കേൾക്കുകയും ചെയ്യും. കാഹളം ധ്വനിച്ച് ഇവിടെ അന്ത്യക്രിസ്തുവിന്റെ കൂടെ സെൽഫിയൊക്കെ എടുത്ത് നടക്കുകയും ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് പ്രത്യാശ പുതുക്കുന്ന വല്ലതുമൊക്കെ കേട്ടാൽ സ്തോത്രം പ്രയോജനപ്പെടും. ആ 5-ാമത്തെ കാര്യത്തിലേക്ക് വരാം. ഭാഗ്യവാന്മാർ ആരാണ്? 5-ാമത്തെ കാര്യം, 5-ാമത്തെ ഭാഗ്യവാൻ 20-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഓടിച്ചു പറഞ്ഞു വിടാം. സ്തോത്രം. 5-ാമത്തെ ഭാഗ്യവാന്മാർ ആരാണ്? 5-ാമത്തെ ഭാഗ്യവാന്മാർ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാരോ അവരാണ് വെളിപ്പാട് പുസ്തകം പറയുന്ന 1-ാമത്തെ ഭാഗ്യവാൻ. സ്തോത്രം. ഇതാരെ കുറിച്ച് ഈ പറയുന്നത്? 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. സ്തോത്രം. 19-ാം അധ്യായത്തിൽ കല്യാണം കഴിഞ്ഞു. 19-ാം അധ്യായത്തിൽ കല്യാണം കഴിഞ്ഞു. 20-ാം അധ്യായത്തിൽ വന്നപ്പോൾ സഭയുടെ അനുഗ്രഹമാണ്. എന്താ ഈ സഭയുടെ അനുഗ്രഹം? സ്തോത്രം. 1-ാം പുനരുത്ഥാനത്തെങ്കിൽ പങ്കുള്ളവർ, അവർക്കൊരു അനുഗ്രഹമുണ്ട്. എന്താണ് അവർക്കുള്ള അനുഗ്രഹം? അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവരുടെ മേൽ 2-ാം മരണത്തിന്, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. സ്തോത്രം.
അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുന്നത് 2 പ്രാവശ്യം ജനിച്ചവർക്കുള്ള പുനരുത്ഥാനമാണ്. വഴിയെ പോകുന്ന എല്ലാവർക്കും കിട്ടുന്ന ധാനമല്ല ഈ ഒന്നാം പുനരുത്ഥാനം. അത് 2 പ്രാവശ്യം ജനിച്ചവർക്കുള്ള പുനരുത്ഥാനമാണ്. 2 പ്രാവശ്യം ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്നുള്ള ജനനം, ഒന്ന് വീണ്ടും ജനനം. സ്തോത്രം. ഈ 2 ജനനം പ്രാപിച്ചവർക്കാണ് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളത്. സ്തോത്രം. അവർക്ക് ലഭിക്കുന്ന ഭാഗ്യകരമായ അവസ്ഥയാണ് പറയുന്നത്, അവരുടെ മേൽ മരണത്തിന് പിന്നെ അധികാരമില്ല. സ്തോത്രം. പ്രിയരെ, വല്ലച്ചാതി ആ ഒന്നാം പുനരുത്ഥാനത്തെങ്കിൽ ഇവിടെ എടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. ഒന്നാം പുനരുത്ഥാനത്തെങ്കിൽ നീ പങ്കുകൊണ്ടാൽ നീയാണ് ഭാഗ്യവാൻ. അല്ലെങ്കിൽ 10 വെച്ച് ഇവിടെ അടി കിട്ടും നിനക്ക്. സ്തോത്രം. കർത്താവ് വരും പോവാന്ന് പറഞ്ഞ് ഇവിടെ കവല മൊത്തം പ്രസംഗിച്ച് കിടന്നിട്ട് കാവലം നനച്ചിട്ട് പോയില്ലെങ്കിൽ, ഒന്നാം പുനരുത്ഥാനത്തെങ്കിൽ ഭാഗ്യവാന്മാരായിത്തീരണമെങ്കിൽ നീയും അതിനകത്ത് സ്തോത്രം പങ്കുള്ളവനായിത്തീരണം. സ്തോത്രം. വീണ്ടും ജനിച്ചവർക്കുള്ള പുനരുത്ഥാനമാണ് ഒന്നാം പുനരുത്ഥാനം. അതുകൊണ്ടാണ് ഇവരെ കുറിച്ചാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ, 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലൊക്കെ നാം പറയുന്നത്. സ്തോത്രം. എന്താണ്? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും, അതാണ് ഒന്നാം പുനരുത്ഥാനം. അപ്പോൾ ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഭാഗ്യവാന്മാരാണ്. അവരുടെ ഭാഗ്യമാണ് ഇവിടെ പറഞ്ഞത്. അവരുടെ മേൽ മരണത്തിന് അധികാരമില്ലെന്നല്ല പറഞ്ഞത്, പിന്നെ അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. ഈ 2ാം മരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്തോത്രം. 14-ാം വാക്യം നോക്കി, 20-ന്റെ-14 നോക്കി. 2ാം മരണം എന്താ നോക്കി. 20-ന്റെ-14, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ഒറ്റ വാക്കി പറഞ്ഞാൽ എന്താണ് 2ാമത്തെ മരണം? നരകം. സ്തോത്രം. അയ്യോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുകൊണ്ടാൽ ഉറപ്പിക്കാം, നരകത്തിന് നിന്റെ മേൽ പിന്നെ അധികാരമില്ല. സ്തോത്രം. നരകത്തിന് പിന്നെ നിന്നെ തൊടാൻ പറ്റുകയില്ല. അങ്ങനെയെങ്കിൽ എന്ത് വില കൊടുത്തും നമുക്ക് ആ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കാളികളായി അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. 6ാമത്തെ കാര്യം പറഞ്ഞ് വേഗം നോട്. 6ാമത്തെ കാര്യം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, അത് നമ്മൾ ആദ്യം ചിന്തിച്ച വിഷയം തന്നെയാണ്. 6ാമത്തെ കാര്യം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 6ാമത്തെ കാര്യം 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്, വെളിപ്പാട് പുസ്തകം 1-3 ചിന്തിച്ചത്. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അവിടെ പിന്നെ 2 കാര്യം കൂടെ ചേർത്ത് പറഞ്ഞായിരുന്നു. എന്ത്? ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. ഇവിടെ പറയുന്നത് ഈ പുസ്തകത്തിലെ പ്രവചനം. അപ്പൊ വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 22-ന്റെ-7. ഇവിടെ പറയുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. 6ാമത്തെ ഭാഗ്യവാനാണ്. സ്തോത്രം. ലാസ്റ്റ് 7ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം അനുശാസിക്കുന്ന 7ാമത്തെ ഭാഗ്യവാൻ 22-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. സ്തോത്രം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന്, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ചെവി തുറന്ന് കേട്ടോണം. സ്തോത്രം. ആരാണ് ഭാഗ്യവാന്മാർ? തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നാട്ടുകാരെല്ലാം വസ്ത്രം അലക്കാൻ നടക്കാതെ നീ സ്വന്തമായി വസ്ത്രം അലക്കിക്കൂ. ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിലേക്ക് കയറണമെങ്കിൽ. സ്തോത്രം. ഇതെന്താണ്? ഇത് ഈ 22-ാം അധ്യായം എന്താണ്? 22-ാം അധ്യായം നിത്യതയാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിനോട് കൂടെ ഭാവിയിൽ നാം ജോയിൻ ചെയ്യുന്ന, നാം ആരംഭിക്കുന്ന നിത്യതയാണ് 22-ാം അധ്യായം പറയുന്നത്. നമ്മുടെ നിത്യതയോട് ബന്ധപ്പെട്ട കാര്യമാണ് 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഒരുക്കപ്പെട്ട് ഇതാ കാന്തയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് യോഹന്നാൻ ആത്മാവിൽ കാണുന്നു. സ്തോത്രം. 21-ാം അധ്യായവും 22-ാം അധ്യായവും
അതാണ് ആ വിഷയമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ 14-ാം വാക്യത്തിൽ വന്നപ്പോൾ പറയുന്നു, ഗോപുരങ്ങളെ കുറിച്ച് പറയുന്നു. എന്തിനാണ് തങ്ങളെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്? എന്തിനാണ് ഈ വസ്ത്രം അലക്കുന്നത്? ഇവിടെ പറയുന്നുണ്ട്, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന്. ഏതായി ഗോപുരം? ഏതായി ഗോപുരം? 12 ഗോപുരങ്ങൾ. സ്തോത്രം. ഏതായി 12 ഗോപുരം? പുതിയ യെരൂശലേം എന്ന നഗരത്തിന്റെ 12 ഗോപുരങ്ങളെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നു. അപ്പോൾ ഈ പുതിയ യെരൂശലേം എന്ന ഈ നഗരത്തിന്റെ ഗോപുരങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ഗോപുരത്തിൽ കൂടെ കടക്കണമെങ്കിൽ തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതാ ദൈവത്തോടുകൂടെ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറഞ്ഞ് അന്തരീക്ഷത്തിൽ നിന്ന് പുതിയ യെരൂശലേം ഭൂമിയിലേക്ക് വന്ന് സ്ഥാപിക്കപ്പെടുകയും നാം ആ നഗരത്തിനകത്തൂടെ ഗോപുരത്തിനകത്തൂടെ നടക്കുന്ന ഒരു സുദിനം വരാൻ പോകുന്നു. പക്ഷെ ആ ഗോപുരത്തിനകത്തൂടെ നടക്കണമെങ്കിൽ തങ്ങളുടെ വസ്ത്രം എന്ത് ചെയ്യണം? അലക്കണം. സ്തോത്രം. വസ്ത്രം അലക്കാത്ത ഒറ്റ ഒരെണ്ണത്തിന് ആ ഗോപുരത്തിൽ കൂടെ കിടക്കാൻ കഴിയില്ല. സ്തോത്രം. അവരെ കുറിച്ചാണ് പറയുന്നത്. അവർക്കൊരു യോഗ്യത വേണം. ഈ പുതിയ യെരൂശലേം എന്ന നഗരത്തിലൂടെ ആ ഗോപുരങ്ങളിലൂടെ കടക്കാനുള്ള നിങ്ങളുടെ യോഗ്യതയാണ് പറയുന്നത്. എന്ത്? അവരവർ തങ്ങളുടെ വസ്ത്രങ്ങളെ അലക്കണം. സ്തോത്രം. അതാണ് അവർക്കുണ്ടായിരിക്കേണ്ട യോഗ്യത. പ്രിയരെ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ വസ്ത്രത്തിന് ചിലർ പറഞ്ഞ് വെള്ളം ഇട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, ഇച്ചിരി കളർ മങ്ങിയത് ഇട്ടുകൊണ്ട് പ്രസംഗിക്കാൻ ചെന്നാൽ ചിലരുടെയൊക്കെ മുഖം പാടും. ഇവിടുത്തെ വസ്ത്രമല്ല വിഷയം. കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നാം അവിടെ നിൽക്കുന്ന വസ്ത്രത്തിന് ചില പ്രത്യേകതകൾ ഉണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ നാം ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. സ്തോത്രം. തെളിവ് വേണമെങ്കിൽ പറഞ്ഞു തരാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കാന്ത എന്ത് ചെയ്യണം? തന്നെത്താൻ ഒരുക്കണം. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെത്താൻ ഒരുക്കണം. ഇനി ആ വസ്ത്രത്തെ കുറിച്ച് പറയുന്നത് നോക്കി 8-ാം വാക്യത്തിൽ, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ, നാം പുനരുത്ഥാനമൊക്കെ പ്രാപിച്ച് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വിശേഷപ്പെട്ട വസ്ത്രം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തരാൻ. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് കല്യാണത്തിന് എല്ലാം പറ്റുള്ളൂ മണവാട്ടി. സ്തോത്രം. അല്ലാതെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ധരിക്കാൻ വിശേഷപ്പെട്ട വസ്ത്രം സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുക. ശുദ്ധവും ശുഭ്രവുമായ വിശേഷപ്പെട്ട വസ്ത്രം, അത് ധരിക്കാനുള്ള കൃപ അവിടെ വെച്ച് നിനക്ക് ലഭിക്കും. സ്തോത്രം. അപ്പോൾ അവിടെ പ്രത്യേക വസ്ത്രമുണ്ട്. ഇനി ആ വസ്ത്രം എന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താണ് ആ വസ്ത്രം? വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. സ്തോത്രം. അവൾ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ധരിക്കാനുള്ള വസ്ത്രം എന്താ? നമ്മള് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. സ്തോത്രം. നാം ഇന്ന് ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ നമുക്ക് ഉയരത്തിൽ ധരിക്കാനുള്ള നീതി പ്രവർത്തികൾ എന്ന വസ്ത്രം നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നമുക്ക് വല്ല നീതി പ്രവൃത്തിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ പ്രിയരെ? സ്തോത്രം. ഇല്ലെങ്കിൽ നീതി പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊള്ളുക. നീ അവിടെ ധരിക്കേണ്ട വസ്ത്രം നീ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകം പറയുന്ന 7 ഭാഗ്യകരമായ അവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത്. ഒന്ന്, ഈ ദൈവത്തിന്റെ വചനം, ആ വചനം കേൾക്കുകയും ആ വചനം അത് വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരെന്ന് തിരുവെഴുത്ത് പറയുന്നു. സ്തോത്രം. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരെന്ന് തിരുവെഴുത്ത് പറയുന്നു. സ്തോത്രം. അത് മാത്രമല്ല, അത് തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ എന്ന് തിരുവെഴുത്ത് പറയുന്നു. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട ഓരോരുത്തരും ഭാഗ്യവാന്മാരെന്ന് തിരുവെഴുത്ത് പറയുന്നു. ഒന്നാം പുനരുത്ഥാനത്തിങ്കൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരെന്ന് തിരുവെഴുത്ത് പറയുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ
പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനെന്ന് ദൈവവചനം പറയുന്നു. തങ്ങളുടെ വസ്ത്രത്തെ അലക്കി വെളുപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ നാം വലിയ മീറ്റിങ്ങുകളൊക്കെ കൂടി മുന്നോട്ട് പോകുമ്പോൾ സ്തോത്രം, അതിന്റെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും നിത്യതയെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള ലോകത്തെക്കുറിച്ചും ഒക്കെ മറന്നു പോകരുത്. നാം ഇവിടെ ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾക്കും ഭൗതികതയ്ക്ക് വേണ്ടി ഓടി നടന്നിട്ട് അവസാനം നമുക്ക് ലഭിക്കേണ്ട ഭാഗ്യകരമായ അവസ്ഥകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത മുൻപിലുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് രാവിലെ ഒരു ഓർമ്മപ്പെടുത്തൽ തരുന്നു. നമുക്ക് അതിലേക്ക് മടങ്ങി വരാം. ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ കൂടുതൽ സമയങ്ങൾ എടുക്കാം. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ ദൈവവചനം നിങ്ങൾ വീണ്ടും ചിന്തിക്കുക. വീട്ടിലിരുന്ന് നിങ്ങൾ ഈ ഭാഗ്യവാന്മാരായ അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നുണ്ടോ? നിങ്ങൾ അതിനകത്ത് പങ്കുള്ളവരാണോ? ഒന്നാം പുനരുത്ഥാനത്തെങ്കിൽ നിങ്ങൾക്ക് പങ്കുണ്ടാകുമോ? നിങ്ങൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം? നിങ്ങളുടെ ഉടുപ്പ് നിങ്ങൾ മലിനമാകാതെ സൂക്ഷിക്കുന്നുണ്ടോ? ഈ ലോകത്തിലെ സ്തോത്രം അത് പ്രസ്ഥാനങ്ങൾക്കകത്ത് കുടുങ്ങി അത് നിങ്ങൾ കിടക്കുകയാണോ? IPC ചർച്ച കൂടും, ചാരൂന് ഏജ് ന്യൂവിന്റെ ഒന്നും കർത്താവിന്റെ വരവ് കാണത്തില്ല. സ്തോത്രം. കർത്താവിന്റെ മുമ്പിൽ ഇതൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒക്കെ പ്രസ്ഥാനങ്ങളുടെ കീഴിൽ കുരുങ്ങിക്കിടക്കുകയാണോ? ഇന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യം ഒന്നാം പുനരുത്ഥാനത്തെങ്കിൽ ഞാനും പങ്കുള്ളവനായി തീരണം. അതിനുവേണ്ടി ഒരു കോംപ്രമൈസ് ചെയ്യാതെ, അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ആ ഭാഗ്യകരമായ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പോകാൻ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി സമർപ്പിക്കാം. പ്രിയ പിതാവേ, നസറേനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് നൽകിത്തന്ന ദൈവവചന പഠനത്തിനായി സ്തോത്രം. ഇത് കേൾപ്പാനും ഗ്രഹിക്കാനും ദൈവം ബുദ്ധിയെ തുറന്നു കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യും. കർത്താവെ, ഈ വചനങ്ങളെ ഗ്രഹിച്ച് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ, തന്നെത്താൻ ഒരുക്കുവാൻ, അതേ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിപ്പാൻ ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണം. എളിയവനെ അതിനായി സഹായിക്കണം. ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കും. പ്രാർത്ഥന കിട്ടുന്ന സ്തോത്രം.